എന്തിനേ ലുട്ടാപ്പിയാ അതാ മായാവിയാ? ഇവൻ പയർവാനാണെന്നാ കരുതിയത്. അതിഭീകര പാമ്പാണല്ലേ അവൻ. എന്റെ ഭാഗ്യത്തിനാ ഇവന്റെ കണ്ണിപ്പെടാതെ രക്ഷപ്പെട്ടത്. അപ്പനപ്പമ്മമാരുടെ പുണ്യം. എന്തു പറ്റി മാധവി? എന്തുകൊണ്ടാണ് താഴെക്കൂടം എടുക്കാനാവാഞ്ഞത്? എന്താ സംഭവിച്ചെന്ന് അറിയില്ല. ഗംഗയ്ക്ക് പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലാനാകാത്ത രീതിയിൽ ഏതോ ഒരു ശക്തി അവളെ അതിൽ നിന്നും തടയുകയായിരുന്നു നന്ദിയ. താഴിക കൂടെ എടുക്കാൻ പറ്റിയോ? ഇല്ല ഗംഗെ, ആരോ നമ്മുടെ ഈ യജ്ഞം മനസ്സിലാക്കി തടയുകയാണ്. എന്നെ പരിഹാരം ചെയ്യാൻ വിടാതെ തടഞ്ഞ് ആയുധത്തെ കൈക്കലാക്കാൻ സമ്മതിക്കാത്ത ശക്തി ഏതാണ്? അത് മറ്റാരുമല്ല ഗംഗേ, എന്റെ കറുപ്പൻ സ്വാമിയാ. രക്ഷപ്പെട്ടു പോയാലോ ഇവിടുന്ന്? നന്ദിനിയോട് നേർക്ക് നേരെ എതിരിടാൻ പറ്റില്ലെന്നായപ്പോ ഇങ്ങനെ ക്ഷേത്രത്തിന്റെ താഴികക്കുടം മോഷ്ടിക്കുന്ന അവസ്ഥയിലേക്ക് തരം താഴ്ന്നു പോയല്ലോ നിങ്ങളൊക്കെ. ഈ ചെയ്യുന്നതൊക്കെ ന്യായമാണോ ഗംഗേ? നന്ദിനി ചെയ്ത തെറ്റുകൾക്ക് അവൾ ശിക്ഷ അനുഭവിക്കണമെന്ന് അറിഞ്ഞിട്ടും സ്വന്തം മോളാണെന്ന് തിരിച്ചറിഞ്ഞപ്പോ അവളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നില്ലേ? അതിലെന്ത് ന്യായമുള്ളത് പറ. എന്റെ കറുപ്പൻ സ്വാർത്ഥ ലാഭങ്ങൾക്ക് അതീതനായവനാണ്. നന്ദിനി എന്റെ മകളായതുകൊണ്ടല്ല ഞാൻ അവളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത്. അവളുടെ ഭാഗത്ത് ന്യായമുള്ളത് കൊണ്ട് തന്നെയാ ഞാനിപ്പോ അവളോടൊപ്പം നിൽക്കുന്നത്. നിങ്ങൾ ഇനി നന്ദിനിയെ എങ്ങനെയൊക്കെ രക്ഷിക്കാൻ ശ്രമിച്ചാലും അവളെ ഞങ്ങൾ കൊല്ലാതെ അടങ്ങാൻ പോകുന്നില്ല. നന്ദിനിയെ കൊല്ലാനായി ആരുടെയൊക്കെയോ സഹായം തേടി നടന്ന അവസാനം നീ ഇപ്പോ ഈ നാഗനന്ദിയനോടൊപ്പം ചേർന്നിരിക്കുവാണല്ലേ? എന്നാൽ എന്റെ കറുപ്പനിൽ മാത്രം വിശ്വസിച്ച് എന്റെ നന്ദിനിയെ ഞാൻ രക്ഷിക്കും. എന്റെ കറുപ്പൻ ഒരു കാലത്തും എന്നെ കൈവിട്ടിട്ടില്ല. എന്നെ മറികടന്ന് നിങ്ങൾക്കൊരിക്കലും ജയിക്കാനും ആവില്ല. ആരാണ് ജയിക്കുന്നത്, ആരാണ് തോൽക്കാൻ പോകുന്നത് കാണാം. നാഗനന്ദിയ, ഒരു കാര്യം മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നീ നിന്റെ ബുദ്ധി സാമർഥ്യം ഉപയോഗിച്ച് നന്ദിനിക്കെതിരെ എന്ത് കുതന്ത്രം വേണമെങ്കിലും മെനഞ്ഞോളൂ. നിന്റെ പദ്ധതികളൊക്കെ വിജയിക്കുമെന്ന് അടിയുറച്ച് നീ വിശ്വസിക്കുകയും ചെയ്യും. എന്നാൽ നീ എത്രയൊക്കെ കിണഞ്ഞ് പരിശ്രമിച്ചാലും നിന്റെ പദ്ധതികൾ തരിപ്പണമാക്കാൻ അവസാന നിമിഷം ഞാൻ വന്നിരിക്കും നാഗനന്ദിയ. നാം താഴികക്കുടം എടുക്കാൻ വന്ന കാര്യം ആ കണ്ണഴകി എങ്ങനെയാണ് തിരിച്ചറിഞ്ഞത്? അതാ എനിക്കും മനസ്സിലാകാത്തത്. ഇത്തവണ അവർക്ക് നമ്മെ നമ്മുടെ യജ്ഞത്തിൽ നിന്ന് തടയാൻ സാധിച്ചിരിക്കാം. എന്നാൽ നന്ദിനിയെ ഉന്മൂലനം ചെയ്യാൻ വേറെന്ത് ആയുധമാണുള്ളതെന്ന് ഞാൻ കണ്ടുപിടിക്കാം. ഏതെല്ലാം ശക്തി എതിർത്താലും അതിനെയെല്ലാം മറികടന്ന് നന്ദിനിയെ അവസാനിപ്പിച്ചിരിക്കും ഈ നാഗനന്ദിയൻ. ഇന്നത്തോടെ നന്ദിനിക്കൊരു അവസാനം കാണാമെന്ന് കരുതിയതാ. ഇത്തവണ അവളെ രക്ഷപ്പെട്ടത് കണ്ടില്ലേ? നന്ദിനി ഇനി എത്ര തവണ ഇങ്ങനെ രക്ഷപ്പെട്ടാലും അവളെ അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഞാൻ തുടർന്നുകൊണ്ടിരിക്കും ഗംഗെ. നീ ഈ ശ്രമം വിപുലമായതോർത്ത് വിഷമിക്കരുത്. വാ. എവരെ കൊട അടിച്ചു മാറ്റിയിട്ട് എവരെന്ന് അടിച്ചു മാറ്റാന്നാണ് ഞാൻ കരുതിയത്. ഇതുവരെ കളഞ്ഞിട്ട് പോയ സ്ഥിതിക്ക് ഇനിയിപ്പോ എന്തിനായി ഇവിടെ നിന്ന് മുങ്ങിക്കളയാം. അയ്യോ, ആ ദേവിയൊക്കെയാണല്ലേ ഫോൺ ചെയ്യുന്നത്. ഇനിയിപ്പോ ഇവരോട് എന്തു പറയും? ഹലോ, പറഞ്ഞാട്ടെ മാഡം. താഴെക്കൂടം കിട്ടിയല്ലോ അല്ലേ? കുട എടുത്തില്ലെന്ന് പറഞ്ഞാൽ ഈ പെണ്ണുമ്പിള്ള 10 വയസ്സാരില്ല. എടുത്തു എന്ന് പറഞ്ഞ് കുന്നുംകുളത്ത് പോയിട്ട് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് നല്ലത്. എടോ, താൻ കേൾക്കുന്നില്ലേ? ഞാൻ ടെൻഷൻ അടിച്ച് നിൽക്കുക. താൻ എന്തെങ്കിലും മിണ്ടാ നിൽക്കുന്നേ? സാധനം കിട്ടിയോ ഇല്ലയോ? എന്തിനൊക്കെ ടെൻഷൻ അടിക്കുന്നത്? ആ കുട എന്റെ കയ്യിൽ തന്നെ ഉണ്ട്. അയ്യോ, സത്യം
നാടകമാണോ ഇത്? താൻ അവരുടെ നടിച്ചു മാറ്റിയല്ലേ? ഓ എന്തപ്പോ പറയാ, സന്തോഷം കൊണ്ട് എനിക്ക് നിക്കാൻ വയ്യ. താൻ സൂപ്പർ ആടോ മനോഹര. ഈ മനോഹരനെ വിശ്വസിച്ച് ആര് വന്നാലും അവരാരും വിഷമിക്കേണ്ടി വരില്ല. ഞാൻ കുടവട്ടം അങ്ങോട്ട് വരെയാണ്. നിങ്ങൾ വേഗം പണം എടുത്ത് റെഡിയാക്കി പോയി. അയ്യോ, ആ താഴെക്കൂടെ എന്റെ കയ്യിലേക്ക് വരാൻ പോവാ. അത് വിറ്റ് കഴിഞ്ഞ കോടിക്കണക്കിന് രൂപ എനിക്ക് കിട്ടും. അയ്യോ എന്റെ ദൈവമേ, ഞാൻ കോടീശ്വരി ആവാൻ പോവാ. കോടീശ്വരി. ഉയ്യോ. ഇവിടെ ദേവസേനെ, അന്ന് നിന്നെ ആ പാവയില് ബോംബ് വെച്ച് കൊല്ലാന്ന് കരുതിയെങ്കിലും നീ രക്ഷപ്പെട്ടില്ലേ? ഇന്നത്തോടെ നിന്റെ അവസാനമാ. ചെയ്തോണ്ടിരിക്കുന്നത് ഐസ്ക്രീമിൽ എന്തോ കലർത്തുവാണല്ലോ. എന്തായിരിക്കും ഉദ്ദേശം? ഐസ്ക്രീമിൽ വിഷം കലർത്തിരിക്കുക. ഇത് ദേവസേനയ്ക്ക് കൊണ്ടു കൊടുത്താൽ ആസ്വദിച്ച് കഴിച്ച് ഇവിടുന്ന് ഗുഡ് ബൈ പറഞ്ഞ് അവള് പൊയ്ക്കോളും. ഈസി ആയിട്ട് എന്റെ തീരുമാനങ്ങൾ നടപ്പിലാവും. അവന്റെ കയ്യിലായി ഏലസ് കിടക്കുന്നത് കൊണ്ട് എനിക്ക് തടയാനും പറ്റുന്നില്ലല്ലോ. ദേവസേനെ, മോളെ ദേവസേനെ, ഹോംവർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോ എന്നെ എന്തിനെ ശല്യപ്പെടുത്തണേ അങ്കളെ? അതെ, മോള് പഠിച്ച് ടയർഡായിട്ടിരിക്കുകയല്ലേ, അതുകൊണ്ടാണ് ഇപ്പൊ അങ്കിള് മോൾക്ക് വേണ്ടി ഒരു ഐസ്ക്രീം കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഐസ്ക്രീം കഴിച്ചിട്ട് ഹോംവർക്ക് ചെയ്താൽ മതി. ഒരു ഐസ്ക്രീം തിന്നാനൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ മുരളി അങ്കിള് കൊണ്ടുവന്നേക്കുന്നോണ്ട് ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ? ഇതിപ്പോ വാങ്ങിക്കണോ അതോ വേണ്ടെന്ന് പറയണോ? എന്താ എന്താ നീ ആലോചിച്ചോണ്ടിരിക്കുന്നത് ദേവസേനെ? ഇന്നാ ഈ ഐസ്ക്രീം കഴിക്ക്. ഐസ്ക്രീം കണ്ടിട്ട് കൊതിയായിട്ട് വയ്യ, വാങ്ങിച്ചു തിന്നാലോ? ആ, ഇതെനിക്ക് കഴിക്കാന്ന് കരുതി ഞാൻ വാങ്ങിച്ചതാ. പിന്നെ ആലോചിച്ചപ്പോ നീ ഇവിടെ ഉള്ളപ്പോ ഞാനിത് കഴിക്കുന്നത് ശരിയാണോ മോളെ? ഇനിയിപ്പോ ഇത് നിനക്ക് വേണ്ടെന്നാണെങ്കിൽ അങ്കിള് തന്നെ കഴിച്ചോളാം. വേണ്ട വേണ്ട, ഞാൻ തന്നെ കഴിച്ചോളാം. എന്നാ കഴിച്ചോട്ടോ. ഓക്കേ. മറ്റാരെങ്കിലും വന്ന് ആരാ തന്നെയെന്ന് ചോദിക്കണേന് മുമ്പ് ഈ ഐസ്ക്രീം അങ്ങ് തിന്നാം.
കഴിക്കാൻ പാടില്ല മോളെ. അതെന്താ അമ്മേ? മുരളി അതിൽ വിഷം കലർത്തിയ തന്നിരിക്കുന്നെ. അമ്മി പറയുന്നത് ഉള്ളതാ? ആ വൃത്തികെട്ടവൻ അച്ഛനെയും ഗംഗച്ചേച്ചിയും കൊല്ലാൻ തീരുമാനിച്ച കാര്യമൊക്കെ മോക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ. അവനെ വിശ്വസിക്കരുതെന്ന് അന്നേ ഞാൻ നിന്നോട് പറഞ്ഞതാ. അമ്മ അങ്ങനെ പറഞ്ഞിട്ടും പിന്നെന്തിനാ നീ അവൻ തന്ന ഐസ്ക്രീം വാങ്ങിക്കാൻ പോയത്? ഐസ്ക്രീം കണ്ടോ കൊതിയോണ്ട് വാങ്ങിച്ചതാ. ഞാൻ ചെയ്തത് തെറ്റാ. ഇപ്പൊ തന്നെ ഞാനിത് കളഞ്ഞേക്കാം. വേണ്ട, അത് കളഞ്ഞോണ്ട് കാര്യമില്ല മോളെ. നീ ഇതിപ്പൊ തന്നെ കൊണ്ടുപോയി അച്ഛനെ കാണിക്കുക വേണ്ടത്. അതില് മുരളി വിഷം കലർത്തിയ കാര്യം പറയണം ദേവസേനെ. ശരി അമ്മേ, ഞാൻ പോയി അച്ഛനോട് പറയാം. മോൾക്ക് അതെങ്ങനെ മനസ്സിലായെന്ന് അച്ഛൻ ചോദിച്ചാ ഞാൻ എന്താ പറയണ്ടേ? അച്ഛൻ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ മുരളി ഇതിൽ വിഷം ചേർക്കുന്നത് നീ നേരിട്ട് കണ്ടു എന്നങ്ങ് പറ. നീ അങ്ങനെ പറഞ്ഞ അച്ഛനത് വിശ്വസിക്കും. ആ മുരളിയുടെ ഉള്ളിലുള്ള കള്ളത്തരമൊക്കെ നമുക്ക് പുറത്തു കൊണ്ടുവരാൻ പറ്റിയ എല്ലാവരും കൂടി ചേർന്ന് അവനെ ഈ വീട്ടിൽ നിന്ന് പിടിച്ച് പുറത്താക്കിക്കോളും ദേവസേനെ. ശരി അമ്മേ, അമ്മ പറഞ്ഞതുപോലെ തന്നെ ഞാൻ അച്ഛനോട് പറഞ്ഞോളാം. എടാ മുരളി, ഇനി ഒട്ടും വൈകാതെ തന്നെ അരുൺ നിന്നെ ഈ വീട്ടിൽ നിന്ന് പിടിച്ച് പുറത്താക്കാൻ പോവാ. ഇനി നീ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ കൊട്ടാരത്തിന്റെ പരിസരത്ത് പോലും വരാൻ പറ്റില്ല. അച്ഛാ, എന്താ ദിവസേനെ? അച്ഛാ, മുരളി അങ്കിളെ ഈ ഐസ്ക്രീമില് വിഷം കലക്കിയിട്ട് എനിക്ക് തന്നിട്ട് എന്നോട് കഴിക്കാൻ പറഞ്ഞു അച്ഛാ. എന്താ മോളെ നീ പറയുന്നത്? മുരളി ഇതിൽ വിഷം കലക്കി തന്നോ? ആ അതെ അച്ഛാ, ഐസ്ക്രീമില് വിഷം കലക്കുന്നത് ഞാൻ കണ്ടതാ. അങ്കിൾ അച്ഛനെ കൊല്ലാൻ നോക്കിയിട്ട് നടക്കാത്തോണ്ട് ഇപ്പൊ എന്നെ കൊല്ലാനുള്ള പരിപാടിയിലാ. എന്നിട്ട് എവിടെ അവൻ? റൂമിൽ ഇരിക്കണ്ടച്ചാ. വാ. അരുണേട്ടാ, ചായ എടുത്തോളൂ. അരുണേട്ടാ, ചായ എടുത്തോളൂ. ഈ ചെക്കന് ഇതെന്താ പറ്റിയേ? ഐസ്ക്രീമിൽ വിഷം കലർത്തി കൊടുത്തു നീ. ഇതാരാ പറഞ്ഞേ? ഞാൻ ചോദിച്ചതിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി നീ. എടാ, ഉള്ള സത്യം പറഞ്ഞു തൊലയ്ക്ക്. എന്താ നീ വീണ്ടും ഒപ്പിച്ചത്? ഞാനൊന്നും ചെയ്തില്ല ആന്റി. ദേവസേന പഠിച്ച് ടയർഡായിട്ടിരിക്കായിരുന്നു. ഐസ്ക്രീം കഴിച്ചിട്ടിരുന്ന് പഠിച്ചോട്ടെ എന്ന് കരുതി ഞാൻ വാങ്ങിച്ചൊരു ഐസ്ക്രീം കൊടുത്തുള്ള ശരിയാ. ആന്റി, ഞാനോ ദേവസേനോടുള്ള സ്നേഹം കൊണ്ട് കൊടുത്തതാണെങ്കിലും അതിൽ വിഷം കലക്കിയിട്ടുണ്ടെന്ന് അരുണ് പറയുന്നത്. അവൻ അങ്ങനെയൊന്നും ചെയ്തു കാണില്ല അരുണേട്ടാ. എന്തിനാ പറഞ്ഞ് വഷളാക്കുന്നേ? വിട്ടുകളാ. അല്ല, ഞാൻ കണ്ടതാ. അങ്കിൾ ഐസ്ക്രീമില് വിഷം കലക്കിയിട്ട് എനിക്ക് തന്നത്. എന്നെ കൊല്ലാൻ വേണ്ടി അങ്ങനെ ചെയ്തേ. ചേച്ചിക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഐസ്ക്രീമില് ചെക്ക് ചെയ്ത് നോക്ക്. മോള് ശരിക്കും കണ്ടെന്നാണോ പറയുന്നേ? സത്യ ചേച്ചി പറയുന്നേ. ഈ അങ്കിള് ഐസ്ക്രീമില് വിഷം കലക്കിക്കൊണ്ടിരിക്കുന്നതേ ഞാൻ കണ്ടതാ. ദേവസേന ഇത്ര ഉറപ്പോട് പറയുന്ന കേട്ടില്ലേ? അവൾ ഇങ്ങനെ പറയുമ്പോ അതിന് കാര്യം ഉണ്ടാവും. സത്യം തന്നെ ആയിരിക്കും. ഇവൻ എന്തും ചെയ്യാൻ മടിക്കാത്തവനാ. ഇനി ഇവനെ ഈ വീട്ടിൽ നിർത്തിക്കൂടാരുണേ. ഇനി ഈ വീട്ടിൽ ഇവന് ഒരു സ്ഥാനമില്ല. വാടാ. അരുണേട്ടാ,
പറഞ്ഞേക്ക്. ഏയ്, അരുണേ. ഇറങ്ങി പോടാ അവിടുന്ന്. പോവാടാ, പക്ഷേ ഈ പഴിയും കൊണ്ട് ഞാൻ പുറത്തു പോവില്ല. ഞാൻ ഈ ഐസ്ക്രീമിൽ വിഷം കലക്കിയിട്ടുണ്ടെന്നല്ലേ നിങ്ങൾ എല്ലാവരും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്? മുരളി നിരപരാധിയാണെന്ന് നിങ്ങളുടെ മുന്നിൽ തെളിയിച്ചിട്ട് ഞാൻ ഇവിടെ ഇറങ്ങൂ. കള്ളം കൈയോടെ പിടികൂടിയപ്പോ നീ എന്ത് തെളിയിക്കെന്നാ പറയുന്നേ? എനിക്കൊരു അവസരം എന്താ? ഈ ഐസ്ക്രീമിൽ വിഷം കലക്കുന്നുള്ളത് സത്യമാണെങ്കിൽ കഴിക്കുന്ന ആള് പിന്നെ ജീവനോട് ഉണ്ടാവില്ലെന്ന് അറിയാലോ. എന്നാ ഞാൻ ഐസ്ക്രീം ഇപ്പൊ കഴിക്കാൻ പോവാ. ഞാനത് കഴിച്ചിട്ടും ജീവനോടുണ്ടോ ഇല്ലെന്ന് നോക്കിയിട്ട് നിങ്ങളൊക്കെ തന്നെ ഒരു തീരുമാനം എടുക്ക്. ഇങ്ങോട്ട്. എന്താ അമ്മ ഇത്? ഐസ്ക്രീം മുഴുവൻ കഴിച്ചത് കണ്ടില്ലേ? എനിക്കെന്തെങ്കിലും പറ്റി വരണേ. ഇനിയെങ്കിലും നീ സത്യം എന്താണെന്നൊന്ന് മനസ്സിലാക്കുക. കഴിച്ചത് കണ്ടില്ലേ? എനിക്കെന്തെങ്കിലും പറ്റി വരണേ. ഇനിയെങ്കിലും നീ സത്യം എന്താണെന്നൊന്ന് മനസ്സിലാക്കുക. അരുണേ, അതില് വിഷമുണ്ടെന്ന് പറഞ്ഞിട്ടും അമ്മി കാറ്റത്തിട്ട പോലെ നിൽക്കുന്ന കണ്ടില്ലേ? ദേവസേന വിഷം കലർത്തിയത് കണ്ടതാണെന്നല്ലേ പറഞ്ഞേ? എന്നാ അത് കഴിച്ചിട്ട് ഇവനൊന്നും സംഭവിച്ചതേ ഇല്ലല്ലോ. ദേവസേന, എന്തിനാ മോളെ നീ ഇങ്ങനെ ഒരു നുണ പറഞ്ഞേ? നിന്റെ വാക്കിട്ടല്ലേ ഞാൻ ഇവിടെ സംശയിച്ചേ. എന്നോട് നീ കള്ളം പറഞ്ഞല്ലേ? നിന്നെ അവള് കൊച്ചുകുട്ടിയിലായിരുന്നു ഏട്ടാ. ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അവള്. എന്തിനാ ഇപ്പൊ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? അറിവില്ലായ്മ കൊണ്ട് അവള് പറഞ്ഞതാ. ഇത്തവണ ഒന്ന് ക്ഷമിക്കേ. നീ ഇതിൽ തലയിടേണ്ട കാര്യമില്ല. ഇവിടെ ചെയ്ത് തെറ്റ് തന്നെയാ. അവള് ചെയ്തതിനേക്കാളൊക്കെ നിങ്ങൾ എല്ലാവരും കൂടി ഇവിടെ കാട്ടിക്കൂട്ടിയതാണ് ഏറ്റവും വലിയ തെറ്റ്. ദേവസേന കുഞ്ഞല്ലേടാ. അവളുടെ അറിവില്ലായ്മ കൊണ്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞെന്ന് വെച്ച് നിങ്ങൾ എല്ലാവരും അത് കണ്ണടച്ച് വിശ്വസിച്ചില്ലേ? ഇതിനേക്കാൾ വലിയൊരു അപമാനം എനിക്കിനി സംഭവിക്കാനില്ലടാ. ഞാൻ ഇനി ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നതിൽ നല്ലത് ചാവുന്നതാ. ഇതോടെ തീർന്നരുണേ എല്ലാം. എന്നെ വിട്ടേക്ക്. എടാ മുരളി, നിക്ക്, പോവല്ലേ. എടാ മുരളി, എന്നെ പറഞ്ഞു കേക്ക്. എന്നോട് ക്ഷമിക്കടാ. ദേവസേന ഇങ്ങനെ കള്ളം പറയുന്നു ഞാൻ കരുതിയില്ല. നിന്നോട് ഞാൻ മാപ്പ് ചോദിക്കാം. ദേവി, ഇത് നീ പോവല്ലേ. നീ എന്നൊന്ന് വെറുതെ ഇവിടെ എന്റെ പൊന്നരുണേ. ഇതോടെ തീർന്നല്ല നമ്മുടെ ബന്ധം. ഇനി ഇവിടെ ഒരു പട്ടിയെ പോലെ കിടക്കാൻ എന്നെ കൊണ്ട് വയ്യാത്തോണ്ടാ. നിന്റെ ഈ കൊട്ടാരവും വേണ്ട, ഒരു ബന്ധവും വേണ്ട. എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചോളാം. എന്നെ വിട്ടാ മതി. എടാ മുരളി, എന്റെ അച്ഛൻ എന്നെ വിട്ടിട്ട് പോയതോർത്ത് ഞാൻ വിഷമിച്ചിരിക്കുന്ന സമയം. നീ കൂടി മനസ്സ് വേദനിപ്പിച്ചിങ്ങനെ പോയാ സംഭവിച്ചതിനൊക്കെ ഞാൻ മാപ്പ് ചോദിച്ചില്ലേ. ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. നീ എന്നോട് കാണിക്കുന്ന സ്നേഹം സത്യമാണെങ്കിൽ നീ അകത്തേക്ക് വാ. പ്ലീസ്, അരുണേട്ട് മാപ്പ് പറഞ്ഞില്ലേ? ദയവ് ചെയ്ത് നീ അകത്തേക്ക് വാ. അകത്തേക്ക് വാ മുരളി. ഒന്ന് അകത്തേക്ക് വാ മുരളി.
അതില് വിഷം കലർത്തിയെന്നല്ലേ ദേവസേന പറഞ്ഞത്? ഇവൻ അതില്ലെന്നും തെളിയിച്ചു. ഈ വീട്ടിൽ എന്തൊക്കെയാ നടക്കുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. അച്ഛൻ ഞാൻ അച്ഛ പോവല്ലേ അച്ഛ. അച്ഛൻ പെട്ടെന്നൊരു ദേഷ്യത്തിൽ പറഞ്ഞു പോയതാ. നീ ഇനി അത് ആലോചിച്ച് വിഷമിക്കല്ലേ. അത് വാ. ചേച്ചി പോയിക്കോ, ഞാൻ കുറച്ചു കഴിഞ്ഞിട്ട് വന്നോളാം. ശരി.